ഓപ്പറേഷൻ താമര അലയടിക്കുകയാണ് രാജ്യം മുഴുവൻ. കോൺഗ്രസിന്റെ കോട്ടയെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന കർണാടകയിൽ നിന്ന് പോലും നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് എത്തുകയാണ്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഇപ്പോഴിതാ കർണാടക രാജ്യപ്രഗതി പക്ഷ എം.എൽ.എ. ജി ജനാർദ്ദന റെഡ്ഡി ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നു. രാവിലെ 10 മണിയോടെ ബംഗളൂരുവിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തിയായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് സൂചന. കർണാടകയ്ക്ക് പുറമെ പല സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കളും പല പ്രമുഖ വ്യക്തികളും ബി.ജെ.പിയിൽ എത്തുന്നുണ്ട്. ബി.ജെ.പി പ്രവേശനത്തിന്റെ വിവരം അദ്ദേഹം തന്നെയാണ് അറിയിച്ചത്. ബി.ജെ.പി പ്രവേശനത്തിന് മുന്നോടിയായി അദ്ദേഹം എം.എൽ.എ. സ്ഥാനം രാജിവെച്ചിരുന്നു. രാവിലെ ഗവർണറെ കണ്ടാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. മുതിർന്ന ബി.ജെ.പി നേതാക്കൾ ചേർന്നായിരുന്നു ജനാർദ്ദന റെഡ്ഡിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം മറ്റ് പാർട്ടി പ്രവർത്തകരും ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഗംഗാവതി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം.എൽ.എ. ആണ് ജനാർദ്ദന റെഡ്ഡി. ഒന്നും രണ്ടും നേതാക്കളല്ല ഇപ്പോൾ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിരവധി നേതാക്കളും ബി.ജെ.പി പാളയത്തിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. ബി.ജെ.പി നമ്മുടെ അമ്മയ്ക്ക് തുല്യമാണ്. ബി.ജെ.പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് KRPP പ്രവർത്തകരുമായി യോഗം ചേർന്നിരുന്നു. ഇതിൽ ബി.ജെ.പിയിൽ ചേരാൻ ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തന്റെ മോശം സമയങ്ങളിൽ പ്രവർത്തകർ നൽകിയ പിന്തുണ വാക്കാൽ വ്യക്തമാക്കുക പ്രയാസമാണെന്നും ജനാർദ്ദന റെഡ്ഡി കൂട്ടിച്ചേർത്തു. അതേസമയം പ്രമുഖ വ്യവസായിയും മുൻ കോൺഗ്രസ് എംപിയുമായ നവീൻ ജിണ്ടാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ശതകോടീശ്വര വ്യവസായിയിൽ ഒരാളായ അന്തരിച്ച OP ജിണ്ടാലിന്റെ മകനാണ് നവീൻ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നും നവീൻ ജിണ്ടാൽ ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെ ന്യൂഡൽഹിയിലെത്തി ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ചാണ് നവീൻ ജിണ്ടാൽ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. ബി.ജെ.പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2 തവണ ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ. നിലവിൽ ജിണ്ടാൽ സ്റ്റീൽസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാനും OP ജിണ്ടാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറുമാണ് നവീൻ ജിണ്ടാൽ. മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനോട് താൻ നന്ദിയുള്ളവനാണെന്നും എന്നാൽ ഇനി കോൺഗ്രസിൽ തുടരാനാവില്ലെന്നും രാജിവെക്കുകയാണെന്നുമായിരുന്നു നവീൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. എന്തായാലും ബി.ജെ.പിയിലെത്താൻ ഇപ്പോഴും നേതാക്കളുടെ ക്യൂ തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബി.ജെ.പി പാളയത്തിലെത്തുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കോൺഗ്രസിൽ നിന്നും ഇനിയും നേതാക്കൾ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇങ്ങനെ നേതാക്കൾ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 10 സീറ്റുകൾ പോലും ലഭിക്കില്ല. നേതാക്കൾക്ക് തന്നെ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.